പത്തനംതിട്ട അടൂർ കണ്ടാളഞ്ചിറയിൽ വൻ തീപിടുത്തം. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള മലയിലാണ് തീപിടുത്തമുണ്ടായത്. അടൂർ ഫയർഫോഴ്സ് യൂണിറ്റ് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ശ്രീരാജ് ബാബുവിന്റെ വിവരങ്ങളുമായിട്ട്. ശ്രീരാജ്, തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇതിപ്പോ ഈ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള മലയാണെന്ന് പറയുമ്പോൾ ഇത് ഫോറസ്റ്റ് ഏരിയ ആണോ? ഇത് ഫോറസ്റ്റ് ഏരിയയല്ല. നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ അടൂർ ഭാഗത്തെ കണ്ടാളഞ്ചിറ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഇത് ഫോറസ്റ്റ് ഏരിയ അല്ല, പക്ഷേ ഇവിടെ ആളൊഴിഞ്ഞ ഒരു പ്രദേശമാണ്. കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. വാഹനങ്ങളൊക്കെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു മലയിലാണ് നിലവിൽ തീ പിടിച്ചിട്ടുള്ളത്. തീപിടുത്തത്തിന്റെ കാരണത്തെ സംബന്ധിച്ച ഒരു വ്യക്തമായ ഒരു വിവരം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല. എന്തായാലും ഏകദേശം ഒരു അരമണിക്കൂറോളമായി ആ മല നിന്ന് കത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. വലിയ രീതിയിൽ അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അടൂർ യൂണിറ്റിന്റെ കീഴിലുള്ള ഒരു ഫയർഫോഴ്സ് എത്തിയായിരുന്നു തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അത് മതിയാവാതെ വരികയും ചെങ്ങന്നൂർ, മാവേലിക്കര തുടങ്ങിയ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ഭാഗത്ത് നിന്നും ഉള്ള സഹായം ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ യൂണിറ്റ് അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആളുകൾക്കൊന്നും ആളുകൾക്ക് എന്തെങ്കിലും പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനവാസ മേഖല അല്ലെങ്കിൽ കൂടി അവിടെ ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? കാരണം ഈ കഴിഞ്ഞ അരമണിക്കൂറായി ഈ മല നിന്ന് കത്തുന്നു എന്ന് പറയുമ്പോഴും ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുറ്റിച്ചെടികളടക്കം കത്തിക്കരിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മഴയുള്ള സമയമല്ല, മണ്ണ് വരണ്ടു കിടക്കുന്ന സമയം. അപ്പോൾ തീയണയ്ക്കൽ കുറച്ച് കഠിനമാകില്ലേ? ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? തീർച്ചയായും ചെയ്തു. അത് തന്നെയാണ് പ്രധാന പ്രശ്നം. ഈ പ്രദേശത്തെ ചെടികളും പുല്ലുകളുമെല്ലാം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീ എത്രയും പെട്ടെന്ന് ഈ തീ അണയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് തീ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പടരുകയും ഈ വഴി ആളുകളുള്ള ആൾതാമസമുള്ള പ്രദേശത്തേക്ക് തീപിടുത്തം എത്താനുള്ള സാധ്യത നിലവിലുണ്ട്. എന്നാൽ ആ ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകാതെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് നിലവിൽ ഫയർഫോഴ്സും ഫയർഫോഴ്സ് യൂണിറ്റുകളെല്ലാം ഉള്ളത്. ഞാൻ സേതു തന്നെ സൂചിപ്പിച്ചതുപോലെ മഴയില്ലാത്ത സമയമാണ്, നല്ല ചൂടുള്ള സമയമാണ്. ഇതെല്ലാം തന്നെ ഈ തീ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിൽ കത്തിപ്പടരുന്നതിലേക്ക് കാരണമായിട്ടുണ്ട്. നമ്മൾ ആ കാണുന്ന പ്രദേശത്താകമാനം ഈ തീ പിടിച്ചതും ഒരൊറ്റ കാര്യം കൂടി, ഇതിപ്പോ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുന്നതേ ഉള്ളൂ. അപ്പോഴും ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാകുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരണത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല ഇതുവരെയും. തീപിടുത്തം ഉണ്ടായതിന്റെ കൃത്യമായ ഒരു കാരണം ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ആ ഘട്ടത്തിൽ നമുക്കത് എന്താണ് എന്ന് പറയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. നിലവിൽ തീപിടുത്തം വലിയ രീതിയിലുള്ള ഒരു ആശങ്കയായി ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അത് മറ്റുള്ള പ്രദേശത്തേക്ക് പടരാതെ അത് എത്രയും വേഗം തീ അണയ്ക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് കടക്കും. നിലവിലെ ഫയർഫോഴ്സ് യൂണിറ്റ് ആദ്യഘട്ടത്തിൽ അവിടെ എത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. മറ്റുള്ള യൂണിറ്റുകൾ ചെങ്ങന്നൂര്. ശരി ശ്രീരാജ്, അവിടെ ഈ ജനവാസ മേഖല അല്ല എന്നുള്ളതാണ് ആശ്വാസത്തിനുള്ള ഒരു കാരണം. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ആ മല, ആ ഒരു പ്രദേശം നിന്ന് കത്തുകയാണ്. ഒരുപാട് കുറ്റിച്ചെടികളും ഒക്കെ കത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ തീ അണയ്ക്കാൻ കഴിഞ്ഞ അരമണിക്കൂറായി ശ്രമം നടത്തുന്നു. കൂടുതൽ ഫയർഫോഴ്സിന്റെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം കുറച്ചെങ്കിലും അവിടെ നിലനിൽക്കുന്നു. എത്രയും വേഗം ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് സേനയ്ക്ക് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.